നോക്കുകൂലിയും വ്യവസായ നയങ്ങളും കേരളത്തെ തകർത്തു എന്ന് നിർമ്മലാ സീതാരാമൻ രാജ്യസഭയിൽ പറയുകയുണ്ടായി. ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നു വരാൻ കാരണം എന്താണ്? ബംഗാളിലെയും ത്രിപുരയുടെയും വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ചർച്ച രാജ്യസഭയിൽ ഉണ്ടാകുന്നത്. നോക്കൂ, ഈ നിർമ്മലാ സീതാരാമൻ പറഞ്ഞതിൽ ഒരു പ്രസക്തമായ കാര്യമുണ്ട്. കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു അപൂർവ കലാരൂപമാണ് നോക്കുകൂലി എന്നാണ്. അത് എവിടെയാണ് പറഞ്ഞത്? പാർലമെൻറ്റിലാണ് പറഞ്ഞത്. അതെന്നും ഒരു റെക്കോർഡാണ്. പാർലമെൻറ്റ് രേഖകളിൽ എന്നും അതുണ്ടാകും. നമുക്കറിയാം, നമ്മൾ പത്രത്തിലൊക്കെ നിരന്തരം വായിക്കാറുള്ളതാണ്. നോക്കുകൂലി കൊടുക്കാത്തതിൻ്റെ പുറത്ത് വ്യവസായ സ്ഥാപനങ്ങൾ, വൻകിട വ്യവസായങ്ങളും ചെറുകിട വ്യവസായങ്ങളും, എന്തിനേറെ പറയുന്നു, കുടിൽ വ്യവസായങ്ങൾ വരെ സ്തംഭിച്ച ഒരു പശ്ചാത്തലം നമ്മുടെ കേരള സംസ്ഥാനത്തുണ്ട്. മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നോക്കുകൂലി കൊടുക്കാത്തതിൻ്റെ പുറത്ത് ഈ നോക്കുകൂലിയെ നിർമ്മലാ സീതാരാമൻ വേറൊരു തലത്തിലും നിർമ്മലാ സീതാരാമൻ പറഞ്ഞിട്ടുണ്ട് അതിനെ. അതായത്, ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാൾ വയ്യാതെ വരുമ്പോൾ അയാൾക്ക് ഒരു ബാഗ് എടുക്കാൻ പറ്റാതെ പുറത്ത് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ഒരാൾ സഹായിക്കാൻ വേണ്ടി വന്നിട്ട് ഈ ബാഗ്, ഈ ലഗേജ് എടുത്തുകൊണ്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ ഇത് കണ്ടുകൊണ്ട് നിന്നിരുന്ന ഒരു CPM എന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. അതുപോലെ ഓർ CITU-കാരൻ ഈ പണം എനിക്ക് വേണം, ഞങ്ങളാണ് ഇവിടുത്തെ കയറ്റിറക്ക് തൊഴിലാളികൾ എന്ന് അവരെ വളരെ സരസമായി, അവർ വളരെ നല്ല പ്രാസംഗികയാണ്, കാര്യങ്ങൾ നന്നായി അവതരിപ്പിക്കാൻ അറിയാവുന്ന ആളാണ്, ഒരു മിടുക്കിയായ ഒരു കേന്ദ്രമന്ത്രിയാണ്. പക്ഷേ അവർ വളരെ സമർത്ഥമായി കിട്ടിയ ഒരവസരം വളരെ നന്നായി ആളുകൾക്ക് വളരെ ലളിതമായ രീതിയിലും വളരെ സരസമായും നർമ്മം കൂടി ചാലിച്ചും, എന്നാൽ അതിൻ്റെ ആശയ ഗാംഭീര്യം കൊണ്ട് മറ്റ് നല്ല ഇംഗ്ലീഷിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ പാർലമെൻറ്റിൽ എല്ലാ മെമ്പർമാർക്കും ഇത് മനസ്സിലാവുകയും ചെയ്തു. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിനകത്തിൽ ഇപ്പോൾ CPM എന്ന് മാത്രമല്ല, ഈ കേരളത്തിൽ CITU മാത്രമല്ലല്ലോ, പ്രബലമായ തൊഴിലാളി യൂണിയൻ INTUC ഉണ്ട്, BMS ഉണ്ട്, CITU ഉണ്ട്, AITUC ഉണ്ട്. സന്തോഷ് കുമാർ CPIയുടെ മെമ്പർ അതിനെ എതിർത്തുകൊണ്ടൊക്കെ രംഗത്ത് വന്നെങ്കിൽ പോലും അതൊന്നും സത്യത്തിൽ അവരുടെ ആ ഒരു ആധികാരികമായ മറുപടിക്ക് മുമ്പിൽ അതൊന്നും തന്നെ എറിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നിർമ്മലാ സീതാരാമൻ പറഞ്ഞതിനെ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോൾ നിർമ്മലാ സീതാരാമൻ പറഞ്ഞതിനോട് യോജിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ നിർമ്മലാ സീതാരാമൻ പറഞ്ഞ ആ വാക്കിനെ യോജിക്കും. കാരണം നമുക്കറിയാവുന്ന പല വ്യവസായ സംരംഭങ്ങളും, ഒരു കാലത്ത് കേരളത്തിൽ എത്രയോ വ്യവസായങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ വ്യവസായങ്ങളൊക്കെ തന്നെ ഇപ്പോൾ എങ്ങോട്ട് പോയി? കിറ്റക്സ് ഇവിടുന്ന് പോയില്ലേ? പിന്നെ ബി-ഗാർഡ് ഇവിടുന്ന് പോയില്ലേ? എന്തിനേർപ്പെടുന്നു? കേരളത്തിലെ കശുവണ്ടി വ്യവസായം കൊല്ലം ജില്ല കേന്ദ്രീകരിച്ചായിരുന്നു. കേരളത്തിലെ തോട്ടണ്ടി, അതായത് ആഫ്രിക്കയിൽ നിന്ന് കശുവണ്ടി വന്നിട്ട് ആ കശുവണ്ടി കൊല്ലം ജില്ലയിലെ കൊല്ലം, മൈനാഗപ്പള്ളി, കരുനാഗപ്പള്ളി, ശാസ്താംകോട്ട, പോരുവഴി, അല്ലെങ്കിൽ ഭരണിക്കാവ്, ഇത്തരത്തിലുള്ള കുണ്ട്ര പ്രദേശങ്ങളിലൊക്കെ വലിയ വ്യവസായങ്ങളായി നടന്നിരുന്ന കശുവണ്ടിയുടെ സംസ്കരണം, ആ കശുവണ്ടി സംസ്കരണം പോലും തമിഴ്നാട്ടിലേക്ക് പോയി. അപ്പം നമ്മൾ ചിന്തിക്കണം, എത്രമാത്രം നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലാളി യൂണിയൻ്റെ അതിപ്രസരം തകർത്തു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ നാട്ടിലെ കശുവണ്ടി വ്യവസായം പോലും. നമ്മൾ അടുത്ത സമയത്ത് ഒരു വലിയ വാർത്തയായിരുന്നു നെയ്യാറ്റിൻകരയിലെ ഒരു ഇഷ്ടികക്കളത്തിൽ കയറ്റിറക്കവുമായി ബന്ധപ്പെട്ട തർക്കം. അപ്പം നമ്മുടെ സംസ്ഥാനത്തെ അത് വലിയ വിവാദമായി ഏറ്റവും അവസാനം ആ ഇഷ്ടികക്കളം പൂട്ടുന്ന അവസ്ഥയിൽ വരെ എത്തിച്ചു. അങ്ങനെ കേരളത്തിൽ പൂട്ടിയ ഇഷ്ടികക്കളങ്ങളാണെങ്കിലും വ്യവസായ സ്ഥാപനങ്ങളാണെങ്കിലും മറ്റ് ഈ ട്രേഡ് യൂണിയനുകൾക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന, ഇപ്പം നമ്മളിപ്പോൾ ഒരു സിമൻറ്റ് ഒരു ഡീലറാണെങ്കിൽ പോലും അവിടെയും ഈ കയറ്റിറക്ക തൊഴിലാളികൾക്ക് ബന്ധപ്പെടാൻ പറ്റും, അവിടെ തടസ്സങ്ങൾ ഉന്നയിക്കാൻ പറ്റും. പലപ്പോഴും ലേബർ ഓഫീസർമാർ, ഇതിനെ മധ്യസ്ഥ വഹിക്കേണ്ട ലേബർ ഓഫീസർമാരൊക്കെ തന്നെ പലപ്പോഴും അവർ കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. നിർമ്മലാ സീതാരാമൻ്റെ ഈ പ്രസ്താവന തികച്ചും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ അതിശയോക്തിയല്ല. അത് BJP ആയതിൻ്റെ പുറത്ത് അവർ പറയുന്നതായിട്ട് അതിനെ നമുക്ക് കാണാൻ പറ്റില്ല. അവർ പറഞ്ഞത് വളരെ ആധികാരികമായിട്ടാണ്, സരസമായിട്ടാണ്, നർമ്മത്തോടു കൂടിയാണ്. അതിൽ എടുത്തു പറയേണ്ട ഒന്ന്, പി സന്തോഷ് കുമാർ എതിർത്ത സമയത്ത് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു, മുഖ്യമന്ത്രി എഴുതിയ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞിരുന്നു, ഇന്ന് കേരളത്തിൽ ഇത് നിലനിൽക്കുന്നില്ല. അതായത് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ പറഞ്ഞു വെച്ചതാണ്.
ഇതിന്റെ കൂടെ ചോദിക്കേണ്ട ഒന്നാണ്, ഇപ്പം കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ തന്നെ ഇവിടുന്ന് മുഖ്യമന്ത്രി പോയി കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം രാജ്യസഭയിൽ ഉയർന്നു വരുന്നത്. സാർ അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? നോക്കൂ, നമ്മൾ ഈ കേരള ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രിയും KV തോമസും നമ്മുടെ ഗവർണറും കൂടി ഒരുമിച്ചിരുന്ന ഒരു ചർച്ചയിൽ നമ്മൾ എന്തൊക്കെ സംസാരിച്ചു, അവിടെ എന്തൊക്കെ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ ആരുടെയിലും, ഒരു മാധ്യമത്തിൻ്റെയിലോ ആരുടെയിലോ ആധികാരികമായി യാതൊരു രേഖകളുമില്ല. അത് നമ്മുടെ ഊഹാപോഹങ്ങളാണ്. നമ്മൾ വളരെ സൗഹാർദ്ദപരമായിരുന്നു, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഗവർണർ അദ്ദേഹം ഗവർണറായിരിക്കുന്ന സംസ്ഥാനം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം എന്നുള്ള തരത്തിലുള്ള പരിഗണനയും ഒക്കെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടണമെന്നുള്ള മട്ടിലായിരുന്നു എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. KV തോമസും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമൻ വളരെ എളിമയോടുകൂടി ഒരു സാധാരണ സിയാസ് കാറിൽ വന്നതൊക്കെ വലിയ 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 ചർച്ചകൾക്ക് കാരണമായി. കേരളത്തിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് അടക്കമുള്ള VD സതീശൻ പ്രതിപക്ഷ നേതാവ് പോലും ഇതിനെ വളരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വളരെ ഇതായിട്ട് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു, പരിഹാസ രൂപേണയൊക്കെ അവതരിപ്പിച്ചു. പക്ഷേ എങ്കിൽ പോലും കേരള ഹൗസിലെ അടച്ചിട്ട മുറിയിലിരിക്കുന്ന ചർച്ചയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെക്കാട്ടിൽ പ്രധാനമാണ് ഏത് പാർലമെൻറ്റിൽ വെച്ച് നിർമ്മലാ സീതാരാമൻ പറയുന്നത്. ഇതിന് യാതൊരു തെളിവുമില്ല. മറ്റേതെന്ന് പറയുമ്പോൾ ഓൺ റെക്കോർഡാണ്. അപ്പം അവിടെ ഒരു നയതന്ത്ര പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിനോട് ധനമന്ത്രി മുഖ്യമന്ത്രിക്കും ഗവർണർക്കും അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായ KV തോമസ് മാഷുമായിട്ടും സംസാരിക്കുമ്പോൾ ഉള്ള ആ ഒരു വിശാലമായ അർത്ഥത്തിലല്ല ഇപ്പോഴും സംസ്ഥാനത്തെ കാണുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് അടിവരയിടുന്നതാണ് പാർലമെൻറ്റിൽ നടത്തിയ പ്രസ്താവന. കാരണം പാർലമെൻറ്റിൽ പറയുന്നത് തന്നെയല്ലേ ആധികാരികത. കേരള ഹൗസിൽ ഇരുന്നു കൊണ്ട് പറയുന്നതിനേക്കാട്ടിൽ ആധികാരികത പാർലമെൻറ്റിൽ പറയുന്നതാണ്. അതൊരിക്കലും സഭാരേഖകളിൽ നിന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതാകുമ്പോൾ അത് നീക്കം ചെയ്യാനും സാധിക്കത്തില്ല. കാരണം അതിനകത്ത് പാർലമെൻറ്റിൻ്റെ ചട്ടങ്ങൾക്കൊക്കെ അനുസൃതമായിട്ടുള്ള ഒരു മറുപടി മാത്രമാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് വ്യവസായങ്ങൾ പോയിട്ടുണ്ട്, ഒരുപാട് വ്യവസായങ്ങൾ, കിറ്റക്സ് അടക്കമുള്ള ഒരുപാട് വ്യവസായങ്ങൾ നമ്മുടെ നാട്ടിലെ ഈ കല്ല് ചെത്തുന്ന വ്യവസായം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഇഷ്ടികക്കളങ്ങൾ, ഇങ്ങനെ ഒരു തൊഴിലാളി യൂണിയന് കടന്നു കയറി ചെല്ലാൻ പറ്റാത്ത തരത്തിലുള്ള വ്യവസായം സാധാരണക്കാരന് ഇടയിൽ പോലും ഉള്ളത് പോലും പലപ്പോഴും സ്തംഭിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അംഗനവാടികളിൽ അരിച്ചാക്കിറക്കുന്നതിനെ സംബന്ധിച്ച് തർക്കം ഉണ്ടായിട്ടില്ലേ? അംഗനവാടികളിലൊക്കെ അരിച്ചാക്കിറക്കുന്നതിനെ സംബന്ധിച്ച് ട്രേഡ് യൂണിയൻ തർക്കം പറയുക എന്ന് പറയുമ്പം അത് നിർമ്മലാ സീതാരാമൻ പറഞ്ഞ ആ ഒരു ഉപമയോട് മാത്രമേ അത് ആപ്റ്റായ ഒരു ഉപമയാണ്. ബസ്സിൽ പോകുമ്പോൾ ഒരു ഒരു ബാഗേജ് എടുക്കാൻ പറ്റാത്ത ആൾ സഹായിക്കാൻ വരുമ്പോഴത്തെ ഇതുപോലെയുള്ളൂ. നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ സിനിമയിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് എടുത്ത കോട്ടയം കുഞ്ഞച്ചൻ സിനിമയിൽ നമുക്ക് വളരെ ഹാസ്യരൂപേണ അത് അവതരിപ്പിച്ചിട്ടുണ്ട്, ട്രേഡ് യൂണിയൻ്റെ അതിപ്രസരത്തെ പറ്റി. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് പറഞ്ഞതിനകത്തെ ഒരിക്കലും അതിനെ അതിശയോക്തി കൊണ്ട് കാണാൻ പറ്റില്ല. പറഞ്ഞത് സത്യസന്ധമായ ഒരു വിമർശനമായിട്ട് മാത്രമേ അതിനെ എടുക്കാൻ സാധിക്കത്തുള്ളൂ.